ടൈം ആൻഡ് വർക്കിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. PSC പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ പരിചയപ്പെടുന്നു. ഒന്നാമത്തെ പാർട്ട് വീഡിയോ ഓൾറെഡി കഴിഞ്ഞു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കുകളിലെ കാണണമെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. മുൻവർഷ ചോദ്യങ്ങളിലൂടെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡെയിലി കിട്ടുന്ന വീഡിയോസ്, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മിസ്സായി പോകാതിരിക്കാൻ ജോസ് കാപ്പൻ എന്ന പേരിലുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്താൽ മതി മക്കളെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ലിങ്ക് വഴി കയറാൻ പറ്റുന്നില്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സെർച്ച് ചെയ്ത് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്യുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്ഡേഷൻസ് കറക്റ്റായിട്ട് ടെലഗ്രാമിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ 2 ചോദ്യം, അത് കഴിഞ്ഞ് ഒരു 5 ചോദ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ആകെ ചെയ്യുന്നത് 7 ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടവർ പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിൽ അതേ ചോദ്യം ഉത്തരം മാർക്ക് ചെയ്യാതെയും കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുന്നവർക്ക് ചെക്ക് ചെയ്യാനാണ്, വീഡിയോ കണ്ട് സമയം പോവാതിരിക്കാനാണ്. ഓക്കെ, അറിയത്തില്ലാത്ത കുട്ടികൾ, ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഓരോ വീഡിയോസ്, ഓരോ ചോദ്യങ്ങളായി കണ്ട് എക്സ്പ്ലനേഷൻ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം എടുക്കും. അപ്പം ജോണും ദീപുവും ചേർന്ന് ഒരു ജോലി തീർക്കാൻ 45 ദിവസം വേണം. ഓക്കെ, എന്നാൽ ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. ജോൺ ഒറ്റയ്ക്ക് ഈ ജോലി 70 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ദീപു ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് ചോദ്യം. ഒരു ബേസിക് ലെവൽ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട് ഇങ്ങനെ പഠിക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി X ദിവസം കൊണ്ടും, എന്നാൽ എ ഒറ്റയ്ക്ക് അതേ ജോലി Y ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ X × Y ഡിവൈഡഡ് ബൈ Y - X എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് എഫിഷ്യൻസിയുടെ ലോജിക്കലും ചെയ്യാം. തൽക്കാലം ഇത് ബേസിക് ലെവൽ ഒത്തിരി തവണ ഇങ്ങനെ ചോദിക്കുന്നതായതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തമ്മിൽ ഗുണിക്കുക, ഡിവൈഡ് ബൈ തമ്മിൽ കുറയ്ക്കുക, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ എത്ര കിട്ടും മക്കളെ? 45 എക്സിൻ്റെ വില, വൈയുടെ വില ഇവിടെ 70. അതിൻ്റെ ഡിഫറൻസ് വേണം താഴെ എഴുതാൻ. ശരിയല്ലേ? ഓക്കെ, ഡിഫറൻസ് 25. എക്സും വൈയും 45ഉം 70 നമ്മൾ ഡിഫറൻസ് 25. വെട്ടി ചെറുതാക്കാം. ഇത് 5 തവണ 5 വെച്ച് വെട്ടുമ്പം ഇത് 9 തവണ. ശരിയല്ലേ? ഇനി ഈ 5ഉം 70ഉം കൂടെ വെച്ച് വെട്ടുമ്പോൾ 14 തവണ. ശരിയാണോ? സോ നമ്മുടെ ഉത്തരം 9 × 14 126 എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് മനസ്സിലായല്ലോ? ഒന്നുമില്ല, സിമ്പിളാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. X ജോലിക്കാർ ഒരു ജോലി ചെയ്ത് തീർക്കാൻ 16 ദിവസം വേണം. X ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണം. എങ്കിൽ 2X ആൾക്കാർക്ക് അതിൻ്റെ പകുതി ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന്. X ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണമെങ്കിൽ 2X ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. X ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം വേണമെങ്കിൽ 2X ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ഇങ്ങനെ വന്നാൽ നേരെ നേരെ ഗുണിക്കണം അല്ലേ? N1 D1 = N2 D2 അല്ലേ? X × 16 ഡിവൈഡഡ് ബൈ 2X ആണ് അല്ലേ? അതിൽ എക്സും എക്സും വെട്ടിപ്പോകും, =8 days എന്ന് കിട്ടും അല്ലേ? അപ്പം 2X ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ 8 ദിവസം വേണം. ചോദ്യം, അതിൻ്റെ പകുതി ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന്. അപ്പം 4 ദിവസം. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ? X ആളുകൾക്ക് ഒരു ജോലി തീർക്കാൻ 16 ദിവസം. ഓക്കെ, സമ്മതിച്ചു. അപ്പോൾ 2X ആളുകൾക്ക് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ എക്സ് ഇൻറ്റു 16/2x വെട്ടിക്കളയുമ്പോൾ 8 ദിവസം എന്ന് കിട്ടും. അതേ ജോലി തീർക്കാൻ 8 ദിവസമാണെങ്കിൽ അതിൻ്റെ പകുതി ജോലി തീർക്കാൻ 4 ദിവസം. ശരി, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. രാജു ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ഗോപു അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. ഗോപു അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രാജുവും ഗോപുവും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 50. 600/50 12 എന്ന് കിട്ടും മക്കളെ. ആൻസർ 12 ദിവസം എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. എസ്. ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ എയും ബിയും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം തൊട്ടു മുമ്പ് ചെയ്ത അതേ പാറ്റേൺ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡേയ്സ്. ഒരുമിച്ച് ജോലി തീർക്കാൻ മക്കളെ 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 30 50 അല്ലേ. സോ 600/50 എന്ന് വരും അല്ലേ. ആൻസർ 12 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ആൻസർ 12. സെയിം ടൈപ്പ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയും ബിയും സിയും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്ക് മാത്രമായി ഈ ജോലി തീർക്കാൻ 20 ദിവസം വേണമെന്നും ബിക്ക് മാത്രമായി ഈ ജോലി തീർക്കാൻ 24 ദിവസം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ സിക്ക് മാത്രമായി എത്ര വേണമെന്നാണ് ചോദ്യം. ഇവിടെ ദിവസക്കണക്കല്ല, ഇവിടെ മണിക്കൂർ കണക്കാണ്. എ ബി സി ഒരുമിച്ച് 8 മണിക്കൂർ കൊണ്ട് തീർക്കും. എ തന്നെ 20 മണിക്കൂർ കൊണ്ട്, ബി തന്നെ 24 മണിക്കൂർ കൊണ്ട്, സി തന്നെ ജോലി തീർക്കാൻ എത്ര മണിക്കൂർ? ആദ്യം ഈ മൂന്നിൻ്റെ LCM എടുക്കണം. അതാണ് ടോട്ടൽ വർക്ക്, ആകെ ജോലി. 120 കിട്ടും മക്കളെ. ഇതാണ് ടോട്ടൽ വർക്ക്, ആകെ ജോലി. ഇനി എഫിഷ്യൻസി കാണണം. 120/8 15 കിട്ടും. 120/20 6 കിട്ടും. 120/24 5 കിട്ടും അല്ലേ. എനിക്ക് 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15 കിട്ടി. എന്നാൽ എയുടെയും ബിയുടെയും മാത്രം എഫിഷ്യൻസി 11. അപ്പോൾ അതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സിയുടെ എഫിഷ്യൻസി 4 മനസ്സിലാവും. അതായത് എങ്ങനെയാണ്? 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15, എയുടെയും ബിയുടെയും മാത്രം 11. അപ്പോൾ ബാക്കിയുള്ള 4 സിയുടെ എഫിഷ്യൻസി. സിയുടെ എഫിഷ്യൻസി 4 പറഞ്ഞാൽ 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്ന, ഇവിടെ മണിക്കൂർ കണക്ക്, അതുകൊണ്ട് 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്നു. അപ്പോൾ ആകെയുള്ള 120 ജോലി തീർക്കാൻ സിക്ക് വേണ്ട സമയം 120/4. ആൻസർ 30 ദിവസം എന്ന് കിട്ടും. 30 മണിക്കൂർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അപ്പോൾ എയും ബിയും സിയും ചേർന്ന് 8 മണിക്കൂർ കൊണ്ട് ജോലി തീർക്കും. എ തന്നെ 20 മണിക്കൂർ, ബി തന്നെ 24 മണിക്കൂർ, സി തന്നെ എത്ര മണിക്കൂർ കൊണ്ട് ജോലി തീർക്കും എന്നാണ്. ആകെ ജോലി കണ്ടുപിടിച്ചു. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 15, എയുടെയും ബിയുടെയും കൂടെ 11. അതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി 4 കിട്ടും. സി 1 മണിക്കൂറിൽ 4 ജോലി തീർക്കുന്നയാളാണ്. 120 ജോലി തീർക്കാൻ വേണ്ട സമയം 120/4. ആൻസർ 30 മണിക്കൂർ. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എയ്ക്ക് ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എയ്ക്ക് ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. ബിക്ക് എയേക്കാൾ 40% കഴിവ് കൂടുതലുണ്ട്. എങ്കിൽ ബി മാത്രമായി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ശരി, നല്ല ചോദ്യമാണ്, ശ്രദ്ധിച്ചു. എ ഉണ്ട്, ബി ഉണ്ട്. ബിക്ക് 40% കഴിവ് കൂടുതലാണ് എയേക്കാൾ. അപ്പോൾ എയുടെ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 140 അർത്ഥം. ശരിയല്ലേ? എയുടെ കഴിവ് 100 ആണെങ്കിൽ ബിയുടെ കഴിവ് 140 അർത്ഥം. ബിക്ക് 40% കഴിവ് കൂടുതലാണ്.
എ 14 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ക്വസ്റ്റ്യൻ. സിമ്പിളായിട്ട് ചെയ്യാം. എയുടെ എഫിഷ്യൻസി 100, ബിയുടെ എഫിഷ്യൻസി 140. ഇത്രേ ഉള്ളൂ മക്കളെ സ്റ്റെപ്പ്. 100 എഫിഷ്യൻസി ഉള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 എഫിഷ്യൻസി ഉള്ള ആൾക്ക് എത്ര ദിവസം വേണം എന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്, പകരം നേരെ ചെയ്യണം. 100 × 14 ഡിവൈഡഡ് ബൈ 140 ഉത്തരം. ആൻസർ 10 ദിവസം എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ പരിപാടി. ബിക്ക് 40% കഴിവ് കൂടുതലാണ്. അപ്പം എയുടെ കഴിവ് 100 ആണ്, ബിയുടെ കഴിവ് 140. 100 കഴിവുള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 കഴിവുള്ള ആൾക്ക് എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടേ, പകരം നേരെ ചെയ്യേണ്ടത്. നേരെ കിടക്കുന്ന ഗുണിക്കണം, താഴെ കിടക്കുന്ന ഹരിക്കണം. കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെ വരുമ്പം ഉത്തരം കാണാൻ നേരെയാ ചെയ്യേണ്ടത്. അതായത് എഫിഷ്യൻസി കൂടുമ്പം കണ്ടോ ദിവസങ്ങളുടെ എണ്ണം കുറയുക ചെയ്യുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഉത്തരം കാണാൻ നേരെ ചെയ്തു നോക്കണം. ആൻസർ 10 ദിവസം എന്ന് കിട്ടും. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. ഒരാൾക്ക് 100 ആണെങ്കിൽ അടുത്തയാൾക്ക് 140 എഫിഷ്യൻസി. കാരണം 40% കഴിവ് കൂടുതലാണ്. 100 140 എടുത്തു. 100 എഫിഷ്യൻസി ഉള്ള ആൾക്ക് 14 ദിവസം വേണമെങ്കിൽ 140 എഫിഷ്യൻസി ഉള്ള ആൾക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്, നേരെ ചെയ്യണം കേട്ടോ. എക്സാമിന് ചോദിക്കുന്നതാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രത്യേക ജോലി 2 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് 2 പുരുഷന്മാർക്ക് 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ശരി. 5 സ്ത്രീകൾക്ക് 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എങ്കിൽ ഒരു പുരുഷനും 2 സ്ത്രീയും ചേർന്ന് ഇത് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും? ഇങ്ങനെയാണ് ചോദ്യമേ. മക്കളെ, ടൈം ആൻഡ് വർക്കുകളുടെ പ്രത്യേകത, ചോദ്യങ്ങളുടെ പ്രത്യേകത പല രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ പറയാൻ സമയമില്ല, ഒരു മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ. 2 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലിയാണ് 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. 2 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി തന്നെയാണ് 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പം 20M ഈസ് ഈക്വൽ ടു 40W എന്ന് കിട്ടി. അതിൽ നിന്ന് 1M ഈസ് ഈക്വൽ ടു 2W എന്ന് കിട്ടും. എനിക്ക് മനസ്സിലായി ഒരു പുരുഷന് തുല്യം 2 സ്ത്രീകളാണ്. ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 2 സ്ത്രീകൾ വേണം എന്ന റിലേഷൻ കിട്ടും. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇതല്ലേ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മുഴുവനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം. നമുക്ക് മുഴുവനായിട്ട് സ്ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീയാ? 2 സ്ത്രീ. അപ്പോൾ ഒരു പുരുഷന് തുല്യം 2 സ്ത്രീയാണ്, പ്ലസ് ബാക്കി 2 സ്ത്രീയുണ്ട്. അതായത് ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. കണ്ടോ? ഒരു പുരുഷനും 2 സ്ത്രീയും എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. ഒരു പുരുഷന് തുല്യം 2 സ്ത്രീയല്ലേ. അപ്പോൾ അവിടെ 2 സ്ത്രീ കൊടുത്താൽ 2 സ്ത്രീ പ്ലസ് 2 സ്ത്രീ ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമല്ലേ. ഒരു പുരുഷനും 2 സ്ത്രീയും കൂടെ ചെയ്യുന്ന ജോലി 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം 5 സ്ത്രീകൾക്ക് ജോലി തീർക്കാൻ 8 ദിവസം വേണം. എങ്കിൽ 4 സ്ത്രീകൾക്ക് ജോലി തീർക്കാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാം. 5 × 8/4. ആൻസർ 10 ദിവസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം, റേഷ്യോ വെച്ച് ചെയ്യാം, ആകെ ജോലി കണ്ടുപിടിച്ച് ചെയ്യാം. ഈ രീതി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്ര സ്റ്റെപ്പൊന്നും എഴുതണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നൊക്കെ മനക്കണക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ സ്റ്റെപ്പൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഒരു പുരുഷന് തുല്യം 2 സ്ത്രീയാണ്, അപ്പോൾ ഇത് 4 സ്ത്രീയാണ്. 5 സ്ത്രീക്ക് 8 ദിവസം, 4 സ്ത്രീക്ക് എത്ര ദിവസം? ഈ സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി സത്യം പറഞ്ഞാൽ. ഇത് മനസ്സിലാവാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത്രയും വരുന്നത്. ഓക്കെ അല്ലേ? ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് 2 പുരുഷൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ ജോലി 5 സ്ത്രീ 8 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 പുരുഷൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 2M × 10. ഇത് തന്നെയാണ് 5 സ്ത്രീ 8 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്തപ്പോൾ ഒരു പുരുഷന് തുല്യം 2 സ്ത്രീ എന്ന് കിട്ടി.
ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ മുഴുവനായിട്ട് സ്ത്രീയിലേക്ക് മാറ്റി. ഒരു പുരുഷന് പകരം 2 സ്ത്രീയെ വിളിക്കാം, പ്ലസ് 2 സ്ത്രീ, ഇതാകെ 4 സ്ത്രീകൾ ചെയ്യുന്ന ജോലിക്ക് തുല്യം. 5 സ്ത്രീകൾ 8 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് 4 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നു കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? സോ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. ഇന്നത്തെ 7 ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക് യു.